നിങ്ങൾ ശ്രദ്ധിക്കുക, 12/30 പ്ലസ് 15/300 പ്ലസ് 24/3000 ഇതിന് തുല്യമായ ദശാംശ സംഖ്യ ഏതെന്നാ? ഇവിടെ നമുക്കറിയാം എപ്പോഴും 10, 100, 1000 ഒക്കെ അടി വന്നാൽ കാൽക്കുലേഷൻ എളുപ്പമാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇവരെ മിനിമൈസ് ചെയ്യാതെ വെട്ടി ചെറുതാക്കാതെ 10, 100, 1000 ഒക്കെ അടി കൊണ്ടുവന്നാൽ അത്രയും എളുപ്പമായില്ലേ കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 വെച്ച് മുകളിലും താഴെയും വെട്ടി ചെറുതാക്കാൻ പോവാം. 3 വെച്ച് മുകളിലും താഴെയും വെട്ടി ചെറുതാക്കാൻ പോവാം. ശ്രദ്ധിച്ച് പറയുന്നോട്. ആദ്യത്തെ ഫ്രാക്ഷനെ 3 വെച്ച് വെട്ടി ചെറുതാക്കിയാൽ 12നെ 3 വെച്ച് കട്ട് ചെയ്താൽ 4 ആണ്. 4 ഡിവൈഡഡ് ബൈ 30നെ 3 വെച്ച് കട്ട് ചെയ്താൽ 10 ആണ്. ഓക്കെ ആണോ? അടുത്ത ഫ്രാക്ഷൻ പറ. 15നെ 3 വെച്ച് കട്ട് ചെയ്താൽ 5 ആണ്. 300നെ 3 വെച്ച് കട്ട് ചെയ്താൽ അത് 100 ആണ്. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? മൂന്നാമത്തെ ഫ്രാക്ഷനെ അങ്ങനെ 3 വെച്ച് മുകളിലും താഴെയും കട്ട് ചെയ്യുക. 24നെ 3 വെച്ച് കട്ട് ചെയ്താൽ 8 ആണ്. 3000നെ 3 വെച്ച് കട്ട് ചെയ്താൽ അത് 1000 ആയി മാറി. ഇനി കാര്യങ്ങൾ എളുപ്പമായില്ലേ? 10 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ 1 സ്ഥാനം മാറ്റി കുത്തിടുക. 100 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ 2 സ്ഥാനം മാറ്റി കുത്തിടുക. 1000 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ 3 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പം പറയൂ, 4നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 0.4 എന്ന് കിട്ടും. 5നെ 100 കൊണ്ട് ഹരിച്ചാൽ 2 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പം 0.05 എന്നാണ് കിട്ടുന്നത്. 8നെ 1000 കൊണ്ട് ഹരിച്ചാൽ 3 സ്ഥാനം മാറ്റി കുത്തണം. അപ്പം 0.008 ആണ്. ഓക്കെ ആണോ എൻ്റെ കുഞ്ഞുങ്ങൾ? ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി വെക്കുമ്പോൾ എത്ര കിട്ടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കൂട്ടിയാലോ? 0 ഇവിടെ വരും, 458. അപ്പോൾ നമ്മുടെ ആൻസർ 0.458 ആണ്. ഈ പറയുന്ന ഫ്രാക്ഷൻസ് എല്ലാം കൂടെ കൂട്ടി കിട്ടുന്നതിന് തുല്യമായ ദശാംശ സംഖ്യ. ഓക്കെ അല്ലേ? ശരി, താങ്ക്